ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താന്മാർത്ത അമർത്യതയുള്ളവനും ആർക്കും അടുക്കുവാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുകയും ചെയ്യുന്ന നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ ഞാൻ ക്രിസ്തുവിലേറെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ ഇടയനായി ദേശത്ത് കടന്നു വന്ന് ദൈവസഭ അനുഗ്രഹമായ നിലയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിനാൽ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെടുന്ന കർത്താവിൻ്റെ പ്രിയ അലക്സ് പാസ്റ്റർ, കർത്താവിൻ്റെ ദാസി പ്രിയ പൈതൽ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഞാൻ ക്രിസ്തുവിൽ ബഹുമാനിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന കർത്തൃദാസന്മാർ, സന്നിധരായിരിക്കുന്ന മാതാപിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ, ഏവരെയും ക്രിസ്തുനാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രിയിൽ ഇങ്ങനെ ഈ ശുശ്രൂഷയിൽ നിൽക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ വലിയവനാദയും എനിക്ക് ഒരുക്കി തരുകയും അതിന് മുഖാന്തരമായി പ്രിയ സഭയെ കർത്തദാസന് ഉപയോഗിക്കപ്പെടുകയും ചെയ്യുവാനിടയായി തീർന്നല്ലോ. അതിൻ്റെ ഭാഗ്യമതിവിയായി ഞാൻ ക്രിസ്തുവിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ചിന്തിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രിയിലായിരിക്കാം. ഈ രാത്രിയിലെ വേദചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗം ഒന്ന് വായിച്ച് സഹായിക്കണമേ. മതി, ഒരു മിനിറ്റ് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നിത്യനും പരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന നല്ല രാത്രിക്കായി ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. തൃക്കാൽക്കലിരുന്ന് തിരുവായ് മൊഴികളെ കേട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, ദൈവത്തിൻ്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കത്തക്കവണ്ണം ആഗ്രഹത്തോടും വാഞ്ചയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ കഴിഞ്ഞ 3 സെക്ഷനിലുമായിരുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ രാത്രിയിലും ഈ വചനത്തിന് മുൻപാകെയായിരിക്കുന്നു. അങ്ങയുടെ കുഞ്ഞുങ്ങളോട് കർത്താവ് സംസാരിക്കണം. രാത്രിയിൽ അതിനെ ഉപയോഗിക്കണം. കർത്താവെ കഴിവോ പ്രാപ്തിയോ ഒന്നും പറയുവാനില്ല, എന്ന സകലതും അങ്ങയുടെ ദാനം ഒന്ന് മാത്രം. സകലതും അങ്ങയുടെ നാമം ഉയർത്തപ്പെടുവാൻ കാരണമായി അങ്ങയുടെ അങ്ങയുടെ ക്രൂശിനെ ഉയർത്തുവാൻ നമ്മെ സ്വർഗം സഹായിക്കണമേ. തൃക്കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ആ ഭാഗം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ച് സഹായിക്കണം. കണ്ടു, മതി. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന തിരുവചനത്തിനായി ഞാൻ കർത്താവിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം ഒരു ചരിത്ര സംഭവങ്ങളിലേക്ക്, വരും കാലങ്ങളിലേക്കുള്ള ചൂണ്ടുപലകയായി അതിൻ്റെ ആരംഭപ്പടിയായിരിക്കുന്ന വാക്യമാണ് ഇവിടെ വായിച്ചു കേൾക്കുവാൻ ഇടയായിത്തീർന്നത്. ഈ ഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അനേക കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുവെങ്കിലും നമുക്ക് ദൈവാത്മാവ് ഇപ്രകാരം നയിക്കുന്ന പ്രകാരമായി തീരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ പ്രവചന പുസ്തകമായിരിക്കുന്ന ഭാവി കാലങ്ങളെക്കുറിച്ച് വിളിച്ചറിയിക്കുന്ന പുസ്തകം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് വേണ്ടി ദൈവത്താൽ ഒരുക്കപ്പെട്ട് നിയോഗിക്കപ്പെട്ട പത്മോസിൻ്റെ ഏകാന്തതയിൽ വിഷപ്പാമ്പുകളുടെയും കഴിഞ്ഞ നാളുകളിൽ ഭക്തന്മാർ തകർക്കപ്പെട്ട് അവരുടേതായിരിക്കുന്ന അസ്ഥികൾ ചിതറിക്കിടക്കുന്ന പത്മോസിൻ്റെ ഏകാന്തതയിലേക്ക് വലിച്ചെറിയപ്പെട്ടതായിരിക്കുന്ന ഒരു ഭക്തന് ദൈവം കൊടുത്ത സ്വർഗീയമായ ദർശനത്തിൽ സ്തോത്രം, ദൈവസഭയ്ക്കുള്ള ദൈവമക്കൾക്കുള്ളതായിരിക്കുന്ന ദൈവികമായ വാഗ്ദത്തങ്ങൾക്ക് ജീവൻ കൊടുക്കത്തക്കവണ്ണം കാത്തിരിപ്പിനും പ്രതീക്ഷയ്ക്കും സ്തോത്രം, അത് പരാജയത്തിൻ്റെ സ്റ്റെപ്പിലേക്കല്ല, അതിലപ്പുറമായൊരു വലിയ തുടക്കത്തിലേക്ക്, പുതിയ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കി രേഖപ്പെടുത്തിയിരിക്കുന്ന പുതിയ നിയമത്തിലെ പ്രവചന പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം. ഈ വെളിപ്പാട് പുസ്തകം സമൂലം പഠിച്ചു വരുമ്പോൾ കാണുന്നത് 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ വ്യത്യസ്തമായ നിലയിൽ സഭകൾക്കുള്ളതായിരിക്കുന്ന ദൂതുകൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദൂതുകളെ കുറിച്ച് എല്ലാം പറയുവാൻ നമുക്ക് സമയം പോരല്ലോ. എങ്കിലും ഇന്ന് രാത്രിയിൽ ഇതൊക്കെ വ്യക്തമായി നാം ചില കാര്യങ്ങൾ ചിന്തിച്ചു വരുമ്പോൾ 1 മുതൽ 3 വരെയും 4 മുതൽ തുറന്നതായിരിക്കുന്ന 22 വരെ അധ്യായങ്ങളിൽ
അവ രണ്ട് വ്യത്യസ്തമായിരിക്കുന്ന പാർട്ടുകളായി, ഭാഗങ്ങളായി ഇതിനെ തിരിക്കുവാൻ കഴിയും. ഒന്നാം ഭാഗത്തിൽ കാണുന്നത് ദൈവസഭകൾക്കുള്ള ദൂത. ഇതിനകത്ത് വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 7 സംഖ്യയുടെ അനവധിയായ പൂർണ്ണതകൾ അതിനകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. 7 സഭ, 7 കൊമ്പ്, 7 ആത്മാക്കൾ, 7 ദൂതൻ, 7 കലശം, 7 മുദ്ര, 7 ദീപം, അങ്ങനെ 7 കുതിര, അങ്ങനെ അനവധിയായിരിക്കുന്ന 7 എന്ന സംഖ്യയുടെ ഒരു അനുഭവങ്ങൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ സമൂലം കാണുകയാണ്. 7 എന്ന സംഖ്യ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ പൂർണ്ണതയുടെ സംഖ്യയാണ് 7 എന്നുള്ളത്. അതിലേക്കൊന്നും ഞാൻ ശ്രദ്ധയിത്തിരിക്കുന്നില്ല. എന്നാൽ ഈ ദൈവസഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് സഭയെന്ന് പറയുന്നത്? സഭയെന്ന് പറയുന്നത് നാം ചിന്തിച്ചു വരുമ്പോൾ കാണുന്നത് ന്യായപ്രമാണത്തിന്റെ തുടർച്ചയല്ല ദൈവസഭ എന്ന് പറയുന്നത്. ന്യായപ്രമാണത്തിൽ കാണുന്ന സഭയല്ല പുതിയ നിയമത്തിലെ സഭ. ന്യായപ്രമാണത്തിലെ സഭയ്ക്കകത്ത് കാളകളും ആടുകളും പ്രാവുകളും ഇതൊക്കെ കരയുന്ന, അതിന്റെ രക്തം വീഴുന്ന യാഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ പുതിയ നിയമസഭയിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നത് അവിടെ കാളുകളുടെയോ ആട്ടുകൊറ്റന്മാരുടെയോ പ്രാവിന്റെയോ രക്തച്ചൊരിച്ചിലല്ല, പിന്നെയോ ഹാബയുടെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു കൂട്ടം ജനത്തെയാണ് ദൈവസഭയെന്ന് രേഖപ്പെടുത്തുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് പറയാൻ ഒന്നേയുള്ളൂ: ഞാനും വിളിച്ചു വേർതിരിക്കപ്പെട്ടത് പാപമില്ലാത്ത, രോഗമില്ലാത്ത, ശാപമില്ലാത്ത, സകലത്തെ സൂക്ഷിക്കുവാൻ കഴിയുന്ന, സകലത്തെ മുദ്രയിടുന്ന ജീവനുള്ള നസ്രനായ യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്താൽ എന്നെ മുദ്രയിട്ട് ഞാൻ എന്നെ സഭയ്ക്കൊരു പാർട്ടാക്കി മാറ്റുവാൻ എന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് അത് ശ്രേഷ്ഠമാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ചിന്തിച്ചു വന്നപ്പോൾ ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. സ്വത്രം ഇതിനകത്ത് കാണുന്നത്, ഈ സഭയ്ക്കിടുന്ന ദൂതിൻ്റെ അകത്ത് കാണുന്നത്, ഒന്ന്, എല്ലാ സഭയ്ക്ക് ദൂതെഴുതുമ്പോഴും അതിനകത്തൊരു പ്രത്യേക വന്ദന സ്വരമുണ്ട്. ഏത് സഭയുടെ ദൂതൻ നോക്കിയാലും ആ പേര് തുടക്കത്തിൽ പറയുമ്പോൾ സ്മരണയുടെ സഭയിൽ ദൂതെഴുതുക, ഫിലദെൽഫിയ സഭയിൽ ദൂതെഴുതുക, ലവോദിക്ക സഭയുടെ ദൂതെഴുതുക, സർദീസിലെ സഭയുടെ ദൂതെഴുതുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തുടക്കത്തിൽ ഒരു വന്ദന സ്വരമാണ് കാണുന്നത്. വന്ദനസ്വരത്തോടുകൂടെ സഭകൾക്കുള്ള ദൂത് രേഖപ്പെടുത്തുമ്പോൾ സഭയ്ക്കകത്തുള്ള കുറവുകൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഭയ്ക്കുള്ളത് ശ്രേഷ്ഠമായ പ്രവർത്തികൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഭാവി ചിന്തകൾ, അവന്റെ മനോമുഖരത്തുള്ള ദൈവികമായ സ്വപ്നത്തിന്റെ വാക്കുകൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആധികാരികമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. രണ്ട്, ഇത് പറഞ്ഞിരിക്കുന്ന ആളിന്റെ അറിവ് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇതിനകത്തുള്ളത്? ഓരോ കാര്യങ്ങളും പറയും. ഞാൻ നിന്നെ അറിയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ ചിന്തകൾ അറിയുന്നു, ഞാൻ നിന്റെ വഴി അറിയുന്നു, നിന്റെ സഹിഷ്ണുത അറിയുന്നു, കഷ്ടത അറിയുന്നു, രോഗം അറിയുന്നു, നിന്റെ പീഡ അറിയുന്നു, സകലതും അറിയുന്നെന്ന് പറഞ്ഞ എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് ദൈവസഭയ്ക്കകത്തുള്ള ദൂതിനകത്ത് കാണുന്നത്. അതിനകത്ത് കാണുന്ന ഒരു പ്രത്യേക സന്ദേശങ്ങളുണ്ട്. മൂന്നാമത്തെ അടുത്തൊരു കാര്യം, ഇതിനകത്ത് ഓട്ടക്കളത്തിലോടി ബിരുദം പ്രാപിക്കുന്നവന് ലഭിക്കുന്ന സമ്മാനങ്ങൾ എന്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞിരിക്കും, ജയിക്കുന്നവർ ഞാൻ ഇന്നത് കൊടുക്കും, ജയിക്കുന്നവരുടെ പേര് ഞാൻ എഴുതി ചേർക്കും, ജയിക്കുന്നവൻ ഞാൻ തൂണാക്കി വെക്കും. അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന സഭകൾക്ക് 7 സഭകൾക്കും ദൂതെഴുതി പ്രത്യേകം രേഖപ്പെടുത്തിയിട്ട് അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ അവരെ എന്താക്കുമെന്നുള്ളത് അതിനകം സവിസ്തരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒന്ന്, സഭയ്ക്കുള്ള ദൂതുണ്ട്, വന്ദന സ്വരമുണ്ട്, ദൈവത്തിന്റെ പ്രത്യേക സന്ദേശമുണ്ട്, ദൈവത്തിന് തന്റെ ജനത്തിന് കൊടുക്കുവാനുള്ള ദൈവിക വാഗ്ദത്തമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നഷ്ടമായി തീർന്നതും അതിവാഞ്ചയോടുകൂടെ ദൈവസഭ കാത്തിരിക്കുന്നതുമായിരിക്കുന്ന ദൈവികമായ വാഗ്ദത്തം എന്താണ് സവിസ്തരം അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഇന്ന് രാത്രി കൂടിയിരിക്കുന്ന ദൈവസഭയോ
ദൈവമക്കളോട്, ദൈവമക്കളുടെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവിക വാഗ്ദത്തം അതൊന്നും നഷ്ടമാകുന്നതല്ല, ആരും കവർന്നു കളയുന്നതല്ല, ആരും പിടിച്ചെടുക്കുന്നതല്ല. അത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ സ്തോത്രം ചെയ്യാം. ഇന്ന് കാലം രാത്രി പറയട്ടെ, ആത്മാവിനെ പ്രാപിച്ച ദൈവജന ഈ വചനത്തിന് മുൻ ദൈവസഭയോട് ദൈവത്തിന് അരുളിച്ചെയ്യാനുള്ള ദൈവിക ദൂതിന് മുൻപിൽ അമ്മേ പ്രാർത്ഥനയോടുകൂടെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകട്ടെ. ആമേൻ. ഇവിടെ കാണുന്ന ഒരു കാര്യം എങ്ങനെയാണ്? ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇപ്പോഴത്തെ പുതിയ നിയമസഭ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിലെ സഭയല്ല. എന്തെന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണത്തിന്റെ കാലവും ന്യായപ്രമാണത്തിലെ പ്രവാചകന്മാരുടെ കാലഘട്ടവും അമേഹലുലിയാസ്തോത്രം ഒരു വാക്യം വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് അവിടെ കൊണ്ട് അവസാനിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ച് സഹായിക്കും. അപ്പൊ യോഹന്നാന്റെ വരവോടുകൂടെ ഒന്നുകൂടെ പറഞ്ഞാൽ, വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുവാൻ, വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷ്യം എന്ന് വിളിച്ചറിയിക്കുവാൻ, സ്ത്രീന്ന് ജനിച്ചവൻ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ലെന്ന് വിളിച്ചു പറഞ്ഞ യേശു ക്രിസ്തു പോലും പരിചയപ്പെടുത്തിയായിരിക്കുന്ന ഭക്തനായിരിക്കുന്ന യോഹന്നാൻ താൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, എനിക്ക് പിന്നാലെ ഒരുവൻ വരുന്നു, അവന് ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് അമേശ്വര ഭൂലോകത്തെ ആകമാനം വിളിച്ചറിയിക്കുന്ന ദൂതുവാഹിയായി തിരഞ്ഞെടുക്കപ്പെട്ട യോഹന്നാനിൽ കൂടെ യോഹന്നാന്റെ കാലഘട്ടം വരെ അവൻ നിലനിന്നതിന് ന്യായപ്രമാണത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ, ന്യായപ്രമാണത്തിലെ ആരാധന രീതികൾ, ന്യായപ്രമാണത്തിലെ കർമാനുഷ്ഠാനങ്ങൾ, ന്യായപ്രമാണത്തിലെ പലവിധമായ പൗരോഹിത്യങ്ങൾ, ന്യായപ്രമാണത്തിലെ യാഗങ്ങൾ, ന്യായപ്രമാണ സകലവിധ അനുഷ്ഠാനങ്ങളും യോഹന്നാന്റെ വരവോടുകൂടി അവസാനിച്ചിട്ട് പുതിയൊരു ചരിത്രം തുടങ്ങുക. ദൈവത്തെ തിരഞ്ഞെടുക്കപ്പെട്ട യോഹന്നാൻ വരെ പ്രവാചകന്മാരുടെ ശുശ്രൂഷ നിന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു കാര്യം ദൂത് വിളിച്ചു പറയാ, ഇന്ന് കാണുന്ന ദൈവസഭയ്ക്കകത്ത് സ്വർഗം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തെ സ്വർഗം തിരഞ്ഞെടുക്കുമ്പോ ദൈവത്തിന്റെ പൈതല് ഇന്ന് രാത്രി നമുക്കൊന്ന് പറയാനുള്ളൂ, ഈ ദൈവനെ തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ പദ്ധതിയാണ്. കാരണം ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്, ദൈവം നമ്മെ സഭയെ തിരഞ്ഞെടുക്കുന്നത് ഒരു പ്രത്യേക സമ്പത്തായിട്ടാണ്. ദൈവം നമ്മെ ന്യായപ്രമാണത്തിന് ഒരു കാര്യം പറയുന്നുണ്ട്, അവൻ നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനാണെന്നറിയാമോ? അവൻ വിശുദ്ധ ജനമായിരിക്കുവാനാ. മറ്റൊരു ഭാഗത്ത് പറയുന്നു സ്വന്തം ജനമായിരിക്കുവാനാ. ഈ രണ്ട് പദങ്ങൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞൊരു വാക്യം ഇങ്ങനെ ഓർമ്മിക്കുകയാണ്, ഞാൻ സ്വന്തമായതിൽ വന്ന് സ്വന്തക്കാരും എന്നെ എന്ത് ചെയ്തില്ല, തിരിച്ചറിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് പറഞ്ഞ വാക്കിന്റെ പലവിധമായ അർത്ഥങ്ങളും പല വാക്യങ്ങളും പല വിഷയങ്ങളും ഇതിലേക്ക് സമൂലം രേഖപ്പെടുത്തിയിരിക്കുമ്പോ ഇന്ന് രാത്രി നമുക്കൊന്നേ പറയാനുള്ളൂ, യോഹന്നാൻ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചതുപോലെ മാനസാന്തരത്തിലെ സ്നാനം പ്രസംഗിപ്പാൻ അവൻ തിരഞ്ഞെടുത്തതുപോലെ എന്നെയും സ്വർഗം തിരഞ്ഞെടുത്തത് എന്റെ യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചൂണ്ടുപലകയാക്കി നിൽക്കുക. ഈ ലോകത്തിൽ തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നത്ര ദൈവമക്കളുണ്ട്. ഞാൻ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. Yes, hallelujah. അപ്പൊ ശ്രദ്ധിക്കണമേ, ഒരു കാലഘട്ടം അവിടെ അവസാനിക്കുകയാണ്. ഏത് കാലഘട്ടം? ന്യായപ്രമാണത്തിന്റെ യേശു ക്രിസ്തുവിന്റെ ജനനത്തോടെ അല്ല എന്ന് ബൈബിൾ പറയുമ്പോൾ യോഹന്നാന്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിലാണ് ന്യായപ്രമാണം അവസാനിക്കുന്നത്. എന്നാൽ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല വന്നത്, ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാനാ വന്നത്. എന്താ ന്യായപ്രമാണത്തെ നിവർത്തിക്കുന്നത്? ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന, ഭക്തന്മാർ പറഞ്ഞിരിക്കുന്ന, ദാർശനികന്മാർ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തല തകർക്കുമെന്ന് പറഞ്ഞ് വിളിച്ചു പറയപ്പെട്ട് പരിചയപ്പെടുത്തിയിരിക്കുന്ന സ്ത്രീയുടെ സന്ധിയ ജനിക്കപ്പെട്ട് ഒരു മറിയുടെ മകനായി ജനിക്കപ്പെട്ട് യോസേപ്പിന്റെ മകനെന്നല്ല ഒരു മറിയുടെ മകനായി ജനിക്കപ്പെട്ട് ഭൂലോകമെങ്ങും ഇന്നും കുടികൊള്ളുന്ന
തുള്ളുവാടുന്ന സകല ജനത്തെയും തന്റെ മക്കളാക്കി തീർക്കേണ്ടതിന് ഒരുവൻ ക്രൂശിൽ തകർക്കപ്പെട്ട് തന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട് ഇന്നും വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വിളിച്ചറിയിക്കുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ലോകത്തിലേക്ക് അയക്കേണ്ടതിന് ഉത്തരവാദിത്തമുള്ള, നമ്മെക്കുറിച്ച് ഉത്തരവാദിത്തമുള്ള, തലമുറയെക്കുറിച്ച് ഉത്തരവാദിത്തമുള്ള, ഭാവിയെക്കുറിച്ച് ഉത്തരവാദിത്തമുള്ള ഒരുവനുണ്ടെങ്കിൽ ഞാൻ ആരാധിക്കുന്ന ക്രിസ്തുവാ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ ക്രിസ്തുവിനെ ഉയർത്തേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ പറയുന്നു ന്യായപ്രമാണത്തിന്റെ കാലവും പിന്നെ പ്രവാചകന്മാരുടെ കാലവും യോഹന്നാന്റെ വരവോട് യോഹന്നാൻ വരെയായിരുന്നു. അപ്പൊ ശ്രദ്ധിച്ച് നോക്കിക്കേ. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ കാണിച്ചൊരു ഭാഗം ഇങ്ങനെയാ ഞാൻ ചിന്തിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ വരവോടുകൂടെ ന്യായപ്രമാണ യുഗം അവസാനിച്ചു. 2, അവിടെ പിന്നെ ഏത് യുഗം ആരംഭിച്ചിരിക്കുന്നത്? കൃപായുഗം ആരംഭിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോട് ദൈവജനമായിരിക്കണമേ. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിന്റെ വരവോടുകൂടെ ആരംഭിച്ച യുഗമാണ് കൃപായുഗം, അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കണമേ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. 1-2 മുഖവര് പറഞ്ഞ് എളുപ്പം മുൻപിൽ കടന്നു വരണമല്ലോ. അപ്പൊ സഭയെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ ദൃഷ്ടിയിലുള്ള സഭയെന്ന് പറയുന്നത്, സ്തോത്രം പറയട്ടെ, ന്യായപ്രമാണത്തിൽ പഴയ നിയമത്തിൽ സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. സഭയെ കുറിച്ച് കൂട്ടണമെന്ന് സഭായോഗം വേണമെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും ന്യായപ്രമാണത്തിൽ സഭയ്ക്കപ്പുറത്ത് പുതിയ നിയമത്തിലേക്ക് വന്ന സഭയെക്കുറിച്ച് പറയുന്നത് മത്തായി വായിക്കേണ്ട. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന് 17-ാം വാക്യത്തിലാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ സഭയുടെ കാര്യം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ സഭയ്ക്ക് ദൈവം കൊടുത്തൊരു ഉത്തരവാദിത്തമുണ്ട്. 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഒന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഒന്ന് വായിക്കാമോ? യെസ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവസഭയ്ക്ക് ദൈവം തന്ന ഒരു ആത്മീക ദൂത പറയുന്നത്, ദൈവത്തിന്റെ പൈതല് അവരധികാര സ്വർഗം ദൈവസഭയ്ക്ക് തരുക. എന്താ പറഞ്ഞത്? ദൈവസഭയെ നോക്കി പറയുക. ഒരു വ്യക്തിയെ നോക്കി അല്ല പറയുന്നത്, ഏകവചനമല്ല പറയുന്നത്, അവിടെ പറയുന്നത് ബഹുവചനമാ. നിങ്ങൾ എന്ന് പറഞ്ഞ ഈ കൂടപ്പെട്ടിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്താ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവകൽപ്പനയാകുന്ന സ്നാനമേറ്റെടുത്ത ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച, അന്യഭാഷ പ്രാപിച്ച, ദൈവകൃപ പ്രാപിച്ച ദൈവമക്കളെ നോക്കി സ്വർഗം പറയുന്നു, നിങ്ങൾ. ഇന്ന് രാത്രിത്തെ ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്, ഈ അധികാര സ്വർഗം എനിക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും തന്നിട്ടുണ്ട്, ഓരോ സഹോദരിമാർക്കും തന്നിട്ടുണ്ട്, ഓരോ സഹോദരന്മാർക്കും ദൈവം തന്നിട്ടുണ്ട്. എന്താണ് ഇന്ന് രാത്രി പറയട്ടെ? ദൂരെ നിന്ന് ഒരുവൻ വന്ന് അഴിക്കാനല്ല പറഞ്ഞത്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവസഭയോട് പറയാം, ഹല്ലേലൂയ, കുടുംബത്തെ ബന്ധിക്കുന്നത് ഇന്ന് രാത്രി നാം അഴിച്ചു മാറ്റാൻ ആരാധിക്കുന്ന ദൈവയില് ആത്മാവിൽ വിളിച്ചു വരാ. ഇന്ന് രാത്രി ചിലത് അഴിയുകയാ. ദൈവസഭയെ നോക്കി ആത്മാവ് ദൂത് പറയുന്നു, ഇന്ന് രാത്രി ചിലത് അഴിയുകയാ. യെസ്, ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവയില് ആത്മാവിൽ ആരാധിച്ചു തുടങ്ങട്ടെ. അവ ചിലത് അഴിക്കുന്ന ദൈവമാ. യെസ്, കൃപ കൃപ. പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒന്ന് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും. കാരണം ഇതിൻ്റെ അകത്ത് സ്വർഗം ഒരു അധികാരം തന്നിട്ടുണ്ട്.
ഇവിടെ ഇരിക്കുന്ന എത്ര ദൈവമക്കളെ തിരിച്ചറിയുന്നുണ്ട്? ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയാ, എത്ര ദൈവമക്കൾ തിരിച്ചറിയുന്നുണ്ട് അവൻ എൻ്റെ മേലൊരു അധികാരമുണ്ട്? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്കും നൽകപ്പെട്ടിരിക്കുന്നു. അധികാര കൈമാറ്റം ഇന്ന് രാത്രി ദൈവസഭയ്ക്കകത്ത് ഈ ഉപവാസ പ്രാർത്ഥന ചിലരുടെ മേൽ പകരപ്പെടുന്ന ഒരു പുതിയ അഭിഷേകമായി, ഒരു പുതിയ ശുശ്രൂഷയായി, ഒരു പുത്തൻ കൃപയായി. യെസ്, കൃപ 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 കൃപ. ഹല്ലേലൂയ. പ്രൈസ് അല്ലാഹ്, പ്രൈസ് അല്ലാഹ്, പ്രൈസ് അല്ലാഹ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷന്മാർ, നമ്മൾ പറയുന്ന പാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഞങ്ങൾ ഏത് കഴിവിലാണ് ഞങ്ങൾ ചില കമാൻഡ് ചെയ്യുന്നത്? സ്വത്ര, നിങ്ങളെക്കാൾ ഞങ്ങൾ വലിയവരല്ല. പൗലോസ് പറയുന്നത് ഏറ്റവും ചെറിയവനെന്നാ. അങ്ങനെ ഇന്ന് കാലം പറയട്ടെ, ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച് ദൈവസഭയ്ക്ക് ദൂത് കൊടുത്ത അമേഹലിലെ കർത്താവിൻ്റെ മേശയുടെ ശുശ്രൂഷയുടെ വ്യക്തമായ വെളിപ്പാട് പകർന്നു തന്ന ദൈവസഭയെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതുക. ദൈവത്തിന് കൃപ പ്രാപിച്ച അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളിൽ ഏറ്റവും ചെറിയവനാ. അങ്ങനെ ഇന്ന് രാത്രി പറയാ, ഞാൻ പറഞ്ഞത് ഒറ്റ അർത്ഥമേ ഉള്ളൂ, എന്നേക്കാൾ വലിയവരാ നിങ്ങൾ. അങ്ങനെ ഇന്ന് പകൽക്ക് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ചിന്തിക്കേണ്ടതുണ്ട്, എന്നിൽ എന്താണ് പകർന്നത്? വലിയവനായ ദൈവത്തിന്റെ അധികാരത്തിന്റെ ശക്തി, അധികാരത്തിന്റെ കൃപ, അധികാരത്തിന്റെ ശുശ്രൂഷ ഇന്ന് രാത്രി ചിലരുടെ മേൽ പകരപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ പൈതല് മൗനമായി ഇരിക്കാനുള്ളതല്ല, അത് പ്രാപിച്ചെടുത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. സ്തോത്രം, സ്തോത്രം. അപ്പൊ ഈ സഭ എന്ന് പറയുന്നത് ദൈവരാജ്യമല്ല. ദൈവരാജ്യമാണോ? അല്ല. കാരണം ഈ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. ഈ യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ ഒരുവൻ പറഞ്ഞു, ദേ നീ രാജത്വം പ്രാപിച്ച് വരുമ്പോൾ എന്നെ കൂടെ എന്ത് ചെയ്യണം? ഓർക്കണം. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അപ്പൊ പിറവിയിലെ രാജാവെന്ന് അമേശ്വത്രം സമയം അഭിസംബോധന ചെയ്യത്തക്കവണ്ണം പിറവിയിലെ രാജാവെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കത്തക്കവണ്ണം ഉലകത്തിൽ ജനിച്ച് ഒരുവനുണ്ടെങ്കിൽ ഭൂലോകത്തെ ഭരിക്കുന്ന രാജ്യങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാരെ രാജാവെന്ന് പറയുന്നത് അവർക്ക് കൈമാറ്റം ചെയ്യുന്ന, അവർക്ക് കൊടുക്കുന്ന അധികാരത്തിന്റെ ചെങ്കോലും അവരുടെ തലമേൽ വെക്കുന്നതായിരിക്കുന്ന കിരീടങ്ങളും അവർക്ക് കൊടുക്കുന്നതായിരിക്കുന്ന വാഴ്വുകളും വെച്ചാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമാ ലോകത്തിൽ ജനിച്ച എനിക്കും നിങ്ങൾക്ക് വേണ്ടി ചില പാപത്തെ മോചിക്കുക ലോകത്തിൽ ജനിക്കപ്പെട്ട യേശു ക്രിസ്തു ജനത്തിൽ പറയുന്നു, യഹൂദന്മാരെ രാജാവായി പിറന്നവൻ എവിടെ? ഇന്ന് രാത്രി എത്ര ദൈവമക്കളെ വിശ്വസിക്കുകയാ? സ്തോത്രം പറയട്ടെ. അതിലേക്ക് കടക്കുന്നില്ല, മുൻപോട്ട് കടന്നു വരികയാ. അവിടെ കണ്ടൊരു കാര്യം ഇങ്ങനെയാണ്, സഭ എന്ന് പറയുന്നത് ദൈവരാജ്യം അല്ല. ആണോ? അല്ല. സോഹലിയ ദൈവരാജ്യമല്ല. ഞാൻ മുന്നോട്ട് കടന്നു പോവുകയാണ്. സ്തോത്രം. ഈ സഭ എന്ന് പറയുന്നത് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഏതൊന്ന് ഈ സഭയുടെ വിഷയത്തെക്കുറിച്ചും കർത്താവ് തന്നതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തിലേക്ക് പോയത്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപയിൽ കർത്താവ് നമുക്ക് പൊതിയട്ടെ. എന്താണ് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്? എന്താ വിളിച്ചു? എഫേസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാമോ? എഫേസ്യ ലേഖനം, ബുക്ക് ഓഫ് എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 4. ഒന്ന് അവന്റെ സന്നിധിയിൽ വന്ന വിശുദ്ധരും നിഷ്കളങ്കരും എന്ന് പറഞ്ഞാൽ ആക്കുകയല്ല, ആകുകയാ. സെൽഫാ. സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ സ്വയം ആകുകയാ. എങ്ങനെ ആകുന്നത്? അത് വിശദമാക്കാൻ സമയം എടുക്കുന്നില്ല. ആകേണ്ടതിനെ വായിച്ചേ.
അവൻ ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ ആരിൽ തെരഞ്ഞെടുത്തു? ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അമ്മ മറ്റു ഭാഗത്ത് പറഞ്ഞ ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാ. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മെ തിരഞ്ഞെടുത്തത് പുറമറ്റത്ത് എബനേസർ സഭയുടെ അംഗമായി ഇരിക്കത്തക്കവണ്ണം നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മെ കണ്ടതല്ല. ഒരമ്മയുടെ ഉദരത്തിൽ ഭയങ്കരവും അതിശയകരമായി ഞാനും നിങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ്, ഒരമ്മയുടെ ഉദരത്തിൽ ഒരു രൂപമായി വരുന്നതിന് മുൻപ് നമ്മെ ഓമനപ്പേർന്നല്ലേ വിളിച്ചു. നമ്മെ സൃഷ്ടിച്ചവരും നമ്മെ മെനഞ്ഞവനും പറയുന്നു, ലോക സ്ഥാപനത്തിന് മുൻപ് അവൻ നമ്മെ തിരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് രാത്രി പറയാ, നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മുടെ കർത്താവാ. അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. അവനിൽ നമ്മെ തിരഞ്ഞെടുത്ത് വായിച്ചു വിടാമോ? തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം. എന്താ തിരുഹിതത്തിന്റെ പ്രകാരം? നമ്മുടെ ഇഷ്ടത്താലല്ല. സ്തോത്ര. സകലത്തിനും മീതെയായിരിക്കുന്ന, ഉന്നതനായിരിക്കുന്ന, അത്യുന്നതനായിരിക്കുന്ന, സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന, സകല സൃഷ്ടികളുടെയും ഉടമസ്ഥരുമായിരിക്കുന്ന, അടുത്തുകാർക്കും അടുക്കുവാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന തേജോമയനായ ദൈവം തന്റെ ഓമനകുമാരനായ തന്റെ ഏകജാതനായ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ നമ്മെ ദത്തെടുത്തതാ. ഇന്ന് രാത്രി പറയാമോ, അവനെ തിരഞ്ഞെടുത്തത് വെറുതെയല്ല. അവനെ തിരഞ്ഞെടുത്തത് അവന്റെ ഇഷ്ടപ്രകാരമാ. അവന് വേണ്ടി ജീവിക്കാനാ, അവന് വേണ്ടി പ്രയോജനപ്പെടാനാ. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാ? ഹലോ, ഞാൻ ആ വിഷയത്തിൽ മുൻപോട്ട് കടന്നു വരും. കാരണം വായിച്ച വിഷയത്തിലേക്ക് കടന്നു വരണമല്ലോ. കാരണം ക്ലോക്ക് മുൻപിൽ ഓടിക്കൊണ്ടിരിക്കുകയാ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അമേശ്വരത്ത് അങ്ങനെയെങ്കിൽ പറയട്ടെ, നമ്മുടെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ഇവിടെ വന്ന് നമ്മൾ വെറുതെ ഇരിക്കാനല്ല, അവനെ ആരാധിപ്പാനാ. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ ഏറ്റെടുക്കുന്നുണ്ട്? ഞാൻ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാ. നാം അവന്റെ മക്കളാ, നാം അവന്റെ അവകാശികളാ. ഇന്ന് രാത്രി പറയാൻ തയ്യാറാണോ? എന്നെ വിളിച്ചവൻ എന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നിവർത്തിക്കുന്നത് വരെയും എന്റെ ദൈവം എന്നെ നിലനിർത്തുമെന്ന് വിശ്വസിക്കുന്ന ദൈവസഭ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? അപ്പം ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഏതു കഷ്ടതയിൽ കൂടെ കടന്നു പോയാലും റിഗതന ഔഷസ്യം ധനാദന വൈകൾ ഖമന റിബദുനി ഹടവജഗസ്യാദന. ദൈവത്തിൻ്റെ അകത്തൊരു വചന വെളിപ്പാടെന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം അതിലെ 2-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2 Corinthians chapter 8 verse 2. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 2-ാം വാക്യം ഒരു വചന വെളിപ്പാട് തരുകയാ. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. ദൈവം തന്നൊരു വചന വെളിപ്പാട്. സ്തോത്രം. ഈ വചന വെളിപ്പാടിന്റെ ഒരു ആത്മീയ മർമ്മം ദൈവസഭയോട് പറയാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അവരെങ്ങനെയാ നിൽക്കുന്നത്? നമ്മൾ വായിച്ച ഭാഗം, കഷ്ടത എന്ന കഠിന ശോധനയിൽ 1008 എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ദൈവസഭയെ നോക്കി ദൈവാത്മാവ് തന്നൊരു വെളിപ്പാട് പറയാം. കടന്നുപോയ അനുഭവിച്ചു പോയ മേഖലകൾ ചെറുതല്ല. കണ്ണുനീരിന്റെ കാലഘട്ടങ്ങൾ ചെറുതല്ല. എണ്ണി പറയത്തക്കവണ്ണം അനുഭവിച്ചതും കുടിച്ചുമായി കണ്ണുനീരിന്റെ അളവുകളുണ്ട്. മറിയ കാൽക്കൽ ഇരുന്നത് പോലെ കാൽക്കരുന്ന അനുഭവങ്ങളുണ്ട്. ദൈവത്തിന് കരഞ്ഞ നിലവിളിച്ച അനുഭവങ്ങളുണ്ട്. രക്തസ്രാവക്കാരിയെ പോലെ വസ്ത്രം തൊങ്ങത്തൊടത്തക്കവണ്ണം അനുഭവിച്ച വേദനകളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ സമൃദ്ധി
ഏതിലാണ് അവർ സമൃദ്ധി കാണിക്കുന്നത്? അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും കണ്ടോ? എന്താ പറഞ്ഞിരിക്കുന്നത്? അവരുടെ സന്തോഷത്തിന്റെ സമൃദ്ധി എന്താ? ഏതിലുള്ള സന്തോഷമാ? ദൈവവചനത്തിലുള്ള സന്തോഷവും, ആത്മാവിലുള്ള സന്തോഷവും, കൂട്ടായ്മയിലുള്ള സന്തോഷവും, ആരാധനയുള്ള സന്തോഷവും, ദൈവജനത്തോടുള്ള കൂട്ടായ്മയുടെ കരം കൊടുക്കുന്ന സന്തോഷവും. അവ ഇന്ന് രാത്രി ദൈവസഭയെ കുറിച്ച് ആത്മാവിൽ വെളിപ്പാട് പറയുമ്പോ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അവ എന്റെ ദൈവം അത് മറക്കുകയില്ല. നീ കൊടുത്ത കൂട്ടായ്മയുണ്ടല്ലോ, നീ കാണിച്ച ങ്ങളുണ്ടല്ലോ, നീ കാണിച്ച സ്നേഹമുണ്ടല്ലോ, അത് മറന്നു കളയുക. അനീതിയുടെ ദൈവമല്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന കരയുന്ന ദൈവമക്കളുടെ ആത്മാവിൽ പറയാം, ഇത് അറിയുന്ന ഒരു ദൈവമാ. എന്നിട്ട് പറയുന്ന ഇങ്ങനെയാണ്, മഹാകഷ്ടം, മഹാദാരിദ്ര്യത്തില്. പക്ഷെ അതെല്ലാം ഒരു വശത്ത് മൂടി വെച്ചിട്ടും സന്തോഷം നീ പ്രകടിപ്പിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു ദൂത് കൈമാറുകയാ. അവൻ സ്വർഗം തുറക്കുന്നൊരു വാതിലുണ്ട്. ഇന്ന് രാത്രി ആത്മാവിൽ വിവേചിച്ച് പറയട്ടെ, അവൻ തുറക്കുന്നൊരു വാതിലുണ്ട്. അവൻ ദൈവസഭകൾ തുറക്കുന്ന വാതിലുണ്ട്. തലമുറകൾക്ക് വേണ്ടി തുറക്കുന്ന വാതിലുണ്ട്. കുടുംബങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന വാതിലുണ്ട്. അത് അടച്ചു കളയുക എന്റെ ദൈവം ആരെയും അനുവദിക്കുകയില്ല. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ ദൂതേറ്റെടുക്കുന്നുണ്ട്. പ്രേമനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? എന്റെ ദൈവം നിനക്കുമേ തുറക്കുന്ന ഒരു വാതിലുണ്ട്. ഇന്ന് രാത്രി ചിലത് കാണത്തില്ലെന്ന് പറഞ്ഞ ശത്രു വെല്ലുവിളിക്കുമ്പോ 3 അധ്യായങ്ങളും അവയെ ചിലത് രേഖപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രി 4-ാം അധ്യായത്തിൽ വായിച്ചത് ചെറുതല്ല. സ്വർഗം പറയുന്നു, അത് നാളെ നീ കാണുന്ന വാതിലാ. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമേ, മൗനമായിരിക്കാതെ അന്യഭാഷ പ്രാപിച്ച ദൈവം ആത്മാവിൽ കത്തിക്കൊണ്ടിരുന്ന ആത്മാവിൽ ആരാധിക്കുമ്പോൾ അവൻ പറയുന്നു, ആരാധന ചിലത് കെട്ടുകൾ അഴിയട്ടെ. ശരബല ഹതുനമന ദുരിബലഗഡ വൈഡബല ദുരിഗഡന ഘടബദല വൈദബല ദുരബല ബൗഷാദല ബലവ യസത്വന രമംദര വൈഡവേ അക്ഷസ്തര ദുരഗഡ്കമന. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമേ, അവ ഇന്ന് രാത്രി ചില അഴിയട്ടെ. യെസ് 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 യെസ്. കർത്തദാസന്മാര്, ചില വേദികൾ, ചില വാതിലുകൾ ഇന്ന് രാത്രി തുറക്കുകയാ. പിന്നെ മാതാക്കള്, പിതാക്കന്മാര് ഇന്ന് രാത്രി പറയുന്നു, അവ ചിലത് തുറക്കുകയോ. യെസ്. യെസ്. ഹല്ലേലൂയ. പ്രൈസ് അല്ലാഹ്. പ്രൈസ് അല്ലാഹ്. സ്തോത്രം. ഈ ദൈവം ചിലത് തുറക്കുക എന്ന് പറഞ്ഞ ഈ മനുഷ്യന്റെ ചിന്തകളിലുള്ളതല്ല. ആണോ? അല്ല. മനുഷ്യന്റെ വിചാരങ്ങളിൽ പെട്ടതല്ല. മനുഷ്യന്റെ കണക്കൂട്ടലുകളുള്ളതല്ല. കാരണം നമ്മളൊക്കെ സാഹചര്യങ്ങളെ നോക്കി വിലയിരുത്തി ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോഴും നിന്റെ ചില ശൂന്യതയുടെ കലവറെ നോക്കി, നിന്റെ ശൂന്യതയുടെ ചില കരങ്ങളെ നോക്കി അവൻ നാളെയെ കുറിച്ച് വിചാരപ്പെട്ട അവൻ മനസ്സുകലകി ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന ഈ വചനം കേൾക്കുമ്പോഴും ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു ദൂതിങ്ങനെയാ. ഹല്ലേലൂയ. അവൻ നീ അറിയാത്തൊരു വാതിൽ, നീ കണ്ടിട്ടില്ലാത്ത വഴി, നീ അറിഞ്ഞിട്ടില്ലാത്ത വാതിൽ സ്വർഗം ചിലർക്ക് വേണ്ടി തുറക്കുകയാ. പ്രാർത്ഥിക്കുന്ന ദൈവമേ, സ്വർഗം ചിലത് പറയുന്നു ചില നിന്നയുടെ നടുവില, എന്നാൽ പറയുന്നു അതിന് നടുവിൽ തുറക്കുന്ന ദൈവം ഇന്ന് രാത്രി സ്വരം അഴിക്കുകയാ. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമേ, പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാര്, കരയുന്ന മാതാക്കള് ആരാധിച്ചുകൊണ്ടിരിക്കട്ടെ. ഈ ആരാധന നടക്കുമ്പോൾ തന്നെ അവ ചില രാജ്യങ്ങളിൽ അവരുടെ പ്രവൃത്തി വെളിപ്പെടുത്തുകയാ. യെസ് യെസ്. ജുഡബല ഉഡബല ബലബല ജുഡബല 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 ജുഡഗല ജുഡിഗത ജനഗത ജുഡബല ജുഡബല ബൗഡബ റീബ. യെസ് 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 യെസ്.
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ ദൈവം എന്നെ മറ്റൊരു ചിന്തയിലേക്ക് കൊണ്ടുപോവുകയാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ അവിടെ ഒരു കാര്യം ദൈവം പറയുക, മോശയിൽ കൂടെ ദൈവം അറിയിച്ചു ചെയ്യുകയാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? യെസ്. ആരംഭമായി വായിച്ചണം. ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരാട്ടിൻകുട്ടിയെ വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ശ്രദ്ധിക്കണം, ഇതിനകത്തൊരു മർമ്മം മറഞ്ഞു കിടക്കുന്നുണ്ട്. ഞാൻ ആ വിഷയം അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, കൃത്യസമയത്ത് നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഈ ദൈവം മോശയെ കൂടി ഇത് അറിയിച്ച് ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം കൂടാരത്തിലേക്ക് തൻ്റെ ദൃഷ്ടി ഒന്ന് പായിച്ചിട്ട, സ്വത്രം പാളയത്തിലേക്ക് തൻ്റെ ദൃഷ്ടി പായിച്ചിട്ട എന്ന് പറഞ്ഞാൽ, ഒരു വിടുതൽ നടക്കണമെങ്കിൽ മോശേ ഇന്നലെ വരെയുള്ള നിന്റെ ജീവിതം, മോശേ ഇന്നലെ വരെയുള്ള നിന്റെ കുടുംബത്തിൻ്റെ അകത്തെ അവസ്ഥ, അതിനൊരു മാറ്റം വരണമെങ്കിൽ ഒന്നുകൂടെ പറയാം, സ്വത്രം യാഗം കഴിക്കാൻ നീ ഒറ്റയ്ക്ക് പോയില്ലേ, നിന്റെ ജനം ഒറ്റയ്ക്ക് പോയില്ലേ, അവ ഇനി ഒറ്റയ്ക്കുള്ള യാഗമല്ല, കുടുംബമായുള്ള യാഗം. ഇന്ന് രാത്രി ആ മർമ്മം ദൈവസഭയെ മനസ്സിലാക്കുന്നവർ സ്തോത്രം ചെയ്താട്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, സന്ധിയെങ്കിൽ യാഗം, ആമേ സ്തോത്രം, ഈ യാഗമൃഗത്തെ ഇറക്കുമ്പോൾ, യാഗം നടക്കുമ്പോൾ മോശേ കുടുംബത്തിൻ്റെ നാഥൻ ഒറ്റയ്ക്കല്ല, കുടുംബത്തിൻ്റെ നാഥ ഒറ്റയ്ക്കിരിക്കാനല്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, സന്ധ്യായാഗമാകുന്ന കുടുംബ പ്രാർത്ഥനയിൽ അത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുക. ഇതുവരെ നീ കടന്നുപോയ ചില അടിമനുക ഉണ്ടല്ലോ, 430 സംവത്സരം കിടന്ന ചില അടിമ ചങ്ങലകളുണ്ടല്ലോ, ഫറവോന്റെ നുകമുണ്ടല്ലോ, മിസ്രൈമ്യ ശക്തി വെച്ചിരിക്കുന്ന ഭാരമേറിയ നുകമുണ്ടല്ലോ, ആ നുകം തകരണമെങ്കിൽ അവ ഇന്ന് രാത്രി ദൈവാത്മാവ് തന്നൊരു ദൂത് പറയാ, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ളതല്ല, കുടുംബമായി കൂട്ടമായി ഒരുമിച്ചിരുന്ന് ദൈവവാദമോട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറായ സ്വർഗം ചില ചങ്ങലകളെ പൊട്ടിക്കുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ചില കുടുംബങ്ങളിൽ സന്ധ്യയ്ക്ക് ചെന്നാൽ സ്വത്ര സഭാശുശ്രൂഷ നടത്തുന്നത് കൊണ്ടറിയാം, അച്ഛൻ എന്തേ ചോദിച്ചാൽ പറയും, അച്ഛൻ ഇപ്പോഴാ ഇച്ചിരി കപ്പ വാങ്ങിക്കാൻ പോയത്, അച്ഛൻ ഇപ്പോഴാ ഇച്ചിരി പഞ്ചാര വാങ്ങിക്കാൻ പോയത്. ഇന്ന് രാത്രി ദൈവ പൈതലെ അതും നിർത്തിയിട്ട് ദൈവസന്നിധിയിൽ യാഗം കഴിക്കാൻ തയ്യാറാകട്ടെ. ഞാൻ മടങ്ങി വരട്ടെ. ഒന്നുകൂടെ പറഞ്ഞാൽ, അവിടെ വായിച്ചത് ഇങ്ങനെയാണ്, ദൈവം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാ, മോശേ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ എന്ത് ചെയ്തു? കണ്ടു. എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ എന്ത് ചെയ്തു? കേട്ടു. അപ്പം ദൈവത്തിന് ഈ 7-ാം അധ്യായത്തിൽ നിലവിളി കേട്ടെന്ന് പറഞ്ഞ ദൈവത്തിന് ഈ 12-ാം അധ്യായം വരെ കാത്തിരിക്കണമായിരുന്നു. 2, 14-ാം അധ്യായം വരെ ചില പ്രവർത്തിക്ക് വേണ്ടി കാത്തിരിക്കണമായിരുന്നു. അത് ഞാൻ ചോദ്യമായി ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഞാൻ അവിടെ നിർത്തട്ടെ. പക്ഷേ ഒരു കാര്യം പറയാം, ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, 10-ാം തീയതി ഓരോ ആടിനെ എടുക്കണം, ഓരോ ആടിനെ എടുക്കണം. ഈ ആടിനെ എടുക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, അനേക സമ്പന്നന്മാരുടെ ആട്ടിൻകൂട്ടത്തിൽ ഓരോന്നിനെ അവരെടുക്കുക. എന്താ കാരണമെന്നറിയാമോ? പറയാം, എന്നിട്ട് വിശദമാക്കാം. 1-2 കാര്യം പറഞ്ഞ് മുൻപോട്ട് കടന്നു വരാം. ഈ 10-ാം തീയതി ആടിനെ എടുക്കാൻ പറഞ്ഞപ്പോൾ ദൈവം ഒരു പ്രമാണം കൊടുത്തു. ഇതിനെ എന്ത് ചെയ്യണമെന്നറിയാമോ? 14-ാം തീയതി വരെ നിങ്ങൾ എന്ത് ചെയ്യണമിനെ സൂക്ഷിക്കണം. നമുക്ക് ഈ പ്രസംഗം എല്ലാം അറിയാവുന്നതാ അല്ലേ, നമ്മൾ വായിക്കുന്നതാ, നമ്മൾ കേൾക്കുന്നതാ, പ്രസംഗിക്കുന്നതാ. പക്ഷേ ഇതിനകത്തൊരു മർമ്മം പറയാൻ പോവുകയാണ്. ഈ ദൈവം തമ്പുരാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ആട്ടിൻകുട്ടിയെ നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ
സ്വത്രം ഈ വേർതിരിക്കപ്പെട്ട ആട്ടിൻകുട്ടി ഇനിയും ആ കൂട്ടത്തിലേക്ക് വിടാനുള്ളതല്ല. ഒന്ന്, എവിടുന്ന് നടത്തി മാറ്റിയോ അവിടേക്ക് ഇനി പോകാനുള്ള വേർപെട്ടവനാ. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? ഒന്ന് സ്വതന്ത്രം ചെയ്യാമോ? ഹല്ലേലൂയ. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ആട്ടിൻകുട്ടി ആമേസ്വത്രം വേർപെടുത്തി മാറ്റി നിർത്തിയപ്പോൾ ആമേസ്വത്രം അവിടെ കിടന്നുകൊണ്ട് ഈ ആട്ടിൻകുട്ടി കരയുകയാണ്. ഒന്നുകൂടെ മർമ്മം പറഞ്ഞാൽ ഭാഗം അവസാനിപ്പിക്കാം. പറയാം, 14-ാം തീയതി വരെ അതിനെ സൂക്ഷിച്ചു. എന്തായി 14 വരെ സൂക്ഷിച്ചത്? ഒന്നുകൂടെ പറഞ്ഞാൽ 430 സംവത്സരം ഇസ്രായേലിനെ കരഞ്ഞതിന്റെ മറുപടി 10-ാം തീയതി മുതൽ 14-ാം തീയതി ഒരാട് കരഞ്ഞതിന് മറുപടിയായി അവര് വിടുതലായി ദൈവപ്രവർത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയാ, കുഞ്ഞ് ദീർഘവർഷങ്ങളായി അടിമത്തത്തിലായിരിക്കാം, എന്നാൽ ഇന്ന് രാത്രി പറയുന്നു, എന്റെ ദൈവത്തിന് വർഷങ്ങളുടെ കണക്കല്ല, എന്റെ ദൈവത്തിന് വർഷങ്ങളുടെ കണക്ക് വേണ്ട, എന്റെ ദൈവത്തിന് വേണ്ടത് അനുസരണമാ. സ്തോത്രം. എന്റെ ദൈവത്തിന് വേണ്ട വിശുദ്ധിയാ, എന്റെ ദൈവത്തിന് വേണ്ട വേർപാടാ. ഞാൻ അതൊന്നും വിശദമാക്കുന്നില്ല, ഇതൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ശ്രദ്ധിച്ച് ഒറ്റൊരു കാര്യം കൂടെ പറയാം. ഇവരെ ഈ ആടിനെ അറുത്തപ്പോ ദൈവം തമ്പനെ സംഹാരകനെ അയച്ചു. ഞാനത് ഒന്ന് കോട്ട് ചെയ്ത് വിടുന്നതേ ഉള്ളൂ. സഹോദര, ഈ സംഹാരകനെ അയച്ചിട്ട് അവിടെ ഒരു നിലവിളി ഉയർന്നു. ആടിനെ അവർ അറുത്തു, ഇതെല്ലാം അറിയാം. പക്ഷേ ഇവർ ഈ ആടിനെ അറുത്ത് സംഹാരകൻ കടന്നു വന്നപ്പോ ശ്രദ്ധിച്ച്, ഇസ്രായേൽ പാളയത്തിന്റെ, ഇസ്രായേൽ കൂടാരങ്ങളുടെ ഓരോന്നിന്റെ കട്ടൽക്കാലുകൾ മേലും കുറുമ്പടികൾ മേലും എന്നുകൊണ്ട് രക്തമടയാളമാണ്. രക്തമടയാളമാണ്. ഒന്ന്, ഇവിടെ കാണുന്നൊരു പദം എങ്ങനെയാണ്? അർദ്ധരാത്രിയിൽ അല്ലേ? അങ്ങനല്ലേ വായിച്ച? അർദ്ധരാത്രിയിലോ? അങ്ങനെ ഞാൻ ചോദിക്കാം. അത് ഒരു പക്ഷെ പൂർണ്ണചന്ദ്രന്റെ രാത്രി ആയിരിക്കത്തില്ല. സ്തോത്രം. പൗർണമാസിയുടെ രാത്രി ആയിരിക്കുകയില്ല. സ്തോത്രം. ഞാനത് ഒന്നിന്റെ ഭാഗങ്ങളിൽ ചില പുസ്തകങ്ങൾ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞ സാരം, ഏത് കൂരിരുട്ടിലും സ്തോത്രം വെളിച്ചം തരുന്ന ഒന്ന് യേശുവിന്റെ രക്തമാണ്. സ്തോത്രഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞു, കൂരിയുടെ താഴൂരിൽ നടന്നാലും ഞാൻ അതിനർത്ഥം, നീ എന്നോട് കൂടെ നിന്റെ വടികൊല്ലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ പറയട്ടെ. മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തൊരു വേലിക്കെട്ട ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കുന്നുണ്ട്. ഹല്ലേലൂയ. മാനുഷികമായ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒന്ന് ഭക്തനായിരിക്കുന്ന യോബിന്റെ ചുറ്റും ഒരു പിശാച് കണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതല്, എന്നെയും നിങ്ങൾക്കുമുള്ള സംരക്ഷണത്തിന്റെ വേലി കാണാം. ഹല്ലേലൂയ. ഒരു മനുഷ്യകരത്തിനും കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം, എന്നാൽ അതിന്റെ അപ്പുറത്ത് ഇന്ന് രാത്രി ചിലർ കാണുമെന്ന് അതും വിശദമാക്കുന്നില്ല അല്ലേ? കാരണം യോബിനെ കുറിച്ച്, യോബിന്റെ സാഹചര്യം പറയാൻ ദൈവസംഖ്യ ചെന്നപ്പോ സാത്താൻ പറഞ്ഞ കാര്യം, നീ അവനുള്ളതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? വേലി കെട്ടിയിട്ടുണ്ട്. വേലി കെട്ടിയേക്കുക. ഞാൻ ചോദിച്ചു, യോബിന്റെ കൂട്ടുകാരാ വേലി കണ്ടോ? കണ്ടില്ല. ആരെങ്കിലും കണ്ടോ? കണ്ടില്ല. ആരും കണ്ടില്ല. സ്തോത്ര. ഈ വേലി കെട്ടുന്നത് ഒന്ന്, ഞാൻ ചിന്തിച്ചതപ്പോ ഈ വേലി കെട്ടുന്ന വേലി കെട്ടണമെങ്കിൽ ഒന്ന്, ഇതിൻ്റെ അകത്ത് ചില വിലപിടിപ്പുള്ളത് കാണണം. രണ്ട്, അതിൻ്റെ അകത്തൊരു പവർ ഉള്ളത് കൊണ്ട്. സ്തോത്രം. അതൊന്നും വിശദമാക്കുന്നില്ല. എന്നാൽ ഞാൻ ഇത് രാത്രി എളുപ്പം പറയാം. ഈ സംഹാരകൻ കടന്നു വന്നപ്പോൾ ഇരുട്ടിൽ ഈ രക്തമടയാളം ഇവൻ എങ്ങനെ കണ്ടു? ചില ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇട്ടു തരിക, പിന്നെ നിങ്ങൾ ചിന്തിച്ചോണം ബാക്കി. രണ്ട്, എന്താ ദൈവം തമ്പൻ ഇത് ചെയ്തെന്നറിയാമോ? പറയാം. ഈ പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നപ്പോൾ അതിന്റെ 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. അത് 2-ാം അധ്യായം. ഒന്നൊരു കാര്യം പറഞ്ഞ് ഞാൻ എളുപ്പ ഭാഗത്തിലേക്ക് വരണമല്ലോ. 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ച്. 16-ാം വാക്യം 1-ാം അധ്യായത്തിന് കുട്ടി ആണാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം, അതിനെ ജീവനോടെ. അതിന്റെ 22-ാം വാക്യം കൂടെ.
ഏത് ആൺകുട്ടിയെയും നദയിലിട്ട് കളയണം എന്ന്, ഏത് പെൺകുട്ടിയെയും എന്ന് പറയുന്ന അർത്ഥം പറയാം. അതിൻ്റെ അർത്ഥം പറയാം, ഇന്ന് രാത്രി പറയാം. കുഞ്ഞെ, അടുത്ത തലമുറയെ കാണിക്കത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് ചിലതിനെ പ്രസവ മുറിയിൽ വെച്ച് തന്നെ തകർത്തുകളെ, ഉദരത്തിൽ വെച്ച് തകർത്തുകളയാ, ജനിക്കുമ്പോൾ തന്നെ ഇല്ലാതാക്കുക വെല്ലുവിളിച്ചൊരു ഫറവോന്റെ ശക്തിയെ ഇന്ന് അത് സ്വർഗം അടിച്ചു മാറ്റുമ്പോ ദൈവസഭയ്ക്ക് വേണ്ടി ആത്മാവിൽ വിളിച്ചു പറയാ, അടുത്തൊരു തലമുറയെ ദൈവസഭയ്ക്കകത്ത് ഇല്ലാതാക്കാൻ പദ്ധതി ഒരുക്കുന്നതിന് ജയം തരാൻ കഴിയുന്ന ഒരു ദൈവം. അത് ഞാൻ വിശദമാക്കുന്നില്ല. സ്വത്രം സ്വത്രം. നമ്മൾ വായിച്ച വിഷയം വാതിലിന്റെ വിഷയമാണല്ലോ, അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവം പറയട്ടെ. അതിനകത്ത് ഉള്ളായിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ഈ 430 സംവത്സരം ഫറവോൻ പിടിച്ചു വെച്ച നന്മയുണ്ട്, അല്ലേ? പിടിച്ചു വെച്ച അധ്വാന ഫലമുണ്ട്. സ്തോത്രം. 430 സംവത്സരം ഇവരുടെ അധ്വാന ഫലം മുഴുവൻ ആരുടെ കൈ കിടക്കുകയാ? ഇന്ന് രാത്രി ദൈവസഭയ്ക്കകത്ത് ചില തലമുറകളെ നോക്കി, ചില കുടുംബങ്ങളെ നോക്കി ഇന്ന് രാത്രി പറയുകയാ, 430 സംവത്സരം പിടിച്ചു വെച്ചത് ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ ജനത്തിലെ കരങ്ങളിലെത്തിക്കാം. ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥന പരസ്യമായി ദൈവാത്മാവിൽ പറയോ, ഹല്ലേലൂയ. ഇതുവരെ പിടിച്ചു വെച്ച ചില നന്മകൾ സ്വർഗ്ഗ ചിലരുടെ കരങ്ങളിൽ കൊടുക്കാൻ ഇടയാക്കുന്ന ഉപവാസ പ്രാർത്ഥനയാ. അവര് കിടന്നു നിലവിളിച്ച സ്ഥാനത്ത് പോയപ്പോ അവർ കൊള്ളയും കൊണ്ടാ പോയതാ, ഇല്ലയോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി പറയാ, ഇവര് പോയി സന്തോഷത്തോടെ. കാരണം എന്താ? ഇവരുടെ കയ്യിൽ എന്നെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ചില തലമുറകളുടെ ഭാവിയൊക്കെ നോന്മയെ നോക്കി ദൈവസഭയെ നോക്കിയ ഹലോ ദൈവത്തിന്റെ ആത്മാ ഈ വചന വെളിപ്പാട് തരുന്നതെങ്കിൽ ഇന്ന് രാത്രി കരയുന്ന ദൈവത്തിന്റെ പൈതല് ആത്മാവിൽ വിളിച്ചു പറയാ. ഓരോ വ്യക്തികളെ ചൂണ്ടി 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 വിളിച്ചു പറയാ. ചില വാഗ്ദത്തങ്ങൾ സ്വർഗ്ഗം കരങ്ങളിൽ എത്തിക്കുമെന്ന റബൽ ഖമന ഹന്തര വൈഡഗലഗസിയസ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ദൂത് പറഞ്ഞ് ഞാൻ അവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാ. മുൻപോട്ട് കടന്നു വരട്ടെ. ഒന്നുകൂടെ പറഞ്ഞ സഭയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നത് അടുത്ത പോയിന്റ് മാത്രം പറയാ. ഒന്ന്, സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാ. 2, ക്രിസ്തുവിന്റെ മണവാട്ടി. അടുത്തത് ഹല്ലേലൂയ സ്തോത്രം. 3, സഭയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാ, സ്വന്തമാ. അടുത്തത് ദൈവത്തിന്റെ ഹല്ലേലൂയ ഒരു മർമ്മമാ. ഹല്ലേലൂയ. അതിലേക്കൊന്നും വിശദമാക്കുന്നില്ല. പക്ഷേ വായിച്ച വാക്യത്തിലേക്ക് ഇനി വരുന്നത് അവിടെ അയച്ചു. ഞാൻ എന്ത് കണ്ടു? അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, അല്ലേ? ഈ ആർക്കാ കാണിച്ചു കൊടുത്തത്? വായിച്ചേ 3-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിക്കാമോ? 3-ാം അധ്യായം 8-ാം വാക്യം. ആമേൻ. മതി. സ്തോത്രം. ആർക്ക് വേണ്ടി വാതിൽ തുറന്നത്? എനിക്ക് വേണ്ടി. അത് പറയാമോ? ഇവിടേക്ക് ദൈവമക്കൾ പറയാമോ? എനിക്ക് വേണ്ടിയാണ്, എൻ്റെ തലമുറയ്ക്ക് വേണ്ടിയാ, എൻ്റെ കൂട്ടുവിശ്വാസിക്ക് വേണ്ടിയാ. ഇന്ന് രാത്രി പറയാമോ? സ്വർഗം പറയതേ വാതിൽ തുറന്നു വെച്ചിരിക്കുക. അതാർക്കും അടച്ചുകൂടാ. 1-2 കാര്യം ഇവിടെ ഉണ്ടല്ലോ. ഒന്ന് പറയുന്നത് അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എന്റെ വചനം എന്ത് ചെയ്തു? കാത്തു. ഏത് വചനം? 10-ാം വാക്യം വായിക്കാം. 10-ാം വാക്യം. സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ട്. ഏത് വചനമാ? ഒന്ന്, ജീവിപ്പിക്കുന്ന വചനമാ. ഈ വചനമാ ജീവനും ചൈതന്യമുള്ള ദൈവത്തിന്റെ വചനം. ഈ വചനമാണ് അതിവേഗം ഓടുന്ന വചനം. ഈ വചനമാണ് പാറയെ തകർക്കുന്ന വചനം. ഈ വചനമാണ് കാരാഗ്രഹത്തെ തുറക്കുന്ന വചനം. ഈ വചനമാണ് രോഗിയെ സൗഖ്യമാക്കുന്ന വചനം. ഈ വചനമാണ് ബന്ധനങ്ങളെ അടിക്കുന്ന വചനം. ഈ വചനമാണ് മൂർച്ചയേറിയ വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം. ഈ വചനത്തെ കുറിച്ചാ പറയുന്നത്. ഈ വചനം നീ കാത്തു. എങ്ങനത്തെ വചനം? സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ ആത്മാവിൽ വിളിച്ചു പറയാമോ? യെസ്.
പക്ഷെ ഒറ്റ കാര്യമുണ്ട്, ദൈവം എത്ര വാതിൽ തുറന്നാലും അതിനെ അടയ്ക്കാൻ കഴിയുന്നത് ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. പക്ഷെ കഴിയുന്ന രണ്ട് ശത്രു നമ്മിൽ തന്നെയുണ്ട്, എന്നിലുണ്ട്, നമ്മളിലുണ്ട്. ഇനി ആ ശത്രു ഏതാ ചോദിച്ചാൽ, ഒന്ന് അവൻ ഞാൻ നോട്ട് ചെയ്ത് ഇങ്ങനെയാണ്, ചിന്തിച്ചു വന്നിങ്ങനെയാണ്. ഒന്ന് അവിശ്വാസത്തിന് കഴിയും. അവിശ്വാസത്തിന് സ്തോത്രം. അവിശ്വാസത്തിന് നമ്മൾ വാഗ്ദത്തത്തിന് വാതിൽ അടയ്ക്കാൻ കഴിയത്തില്ലേ? കഴിയുമോ? സ്തോത്രം. നമ്മൾ തന്നെ അടയ്ക്കും. തെളിവുണ്ട്, 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്. സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എൻ്റെ 7-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. 2 ഗലാത്യ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യത്തിലുള്ള വിഷയങ്ങളുണ്ട്. ഇതെല്ലാം ദൈവത്തിന് വാഗ്ദത്തത്തെ ദൈവം തുറന്ന വാതിലിനെ അടച്ചു കളയുന്നതാ. 3-ാം അടുത്തൊരു ഭാഗം ഇങ്ങനെയാണ്, നിഗളമേ നമ്മിൽ ഉണ്ടെങ്കിൽ അത് അടഞ്ഞു പോകും. സ്തോത്രം. അതും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ തെളിവുണ്ട്. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മള് ദൈവം തുറക്കുന്ന വാതിൽ അടച്ചു കളയുന്നതാ. എന്നാ സ്വർഗം പറഞ്ഞൊറ്റ കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? ആമേൻ, ഹല്ലേലൂയ. നീ എന്റെ വാചനം കാത്തത് കൊണ്ട്, വാചനം ഒരുവന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, വാചനം ഒരുവന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, വാചനം അവന്റെ കാലിന് ദീപമാണെങ്കിൽ, വാചനം കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോണം, ആ വാതിലിനെ അടയ്ക്കുവാൻ ആമേൻ, ഹല്ലേലൂയ, ഉലകത്തിൽ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവമക്കളുണ്ട്. കർത്താവ് പറഞ്ഞതേ, ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുക. ആരെ? ഞാൻ. അവൻ സ്വന്തം ഉൽപ്പത്തി പുസ്തകം പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ ജീവന്റെ മേൽ മരണത്തിനും അധികാരമുള്ളവനാ. അവൻ ഞാൻ മുൻപേ കടന്നു പോകുന്നവനാ. ഇന്ന് രാത്രി പറയാൻ തയ്യാറാണോ? ഉൽപ്പത്തി പുസ്തകം മുതൽ പറയപ്പെടുന്ന ഞാനെന്ന ഏകവചനത്തിന്റെ ഉത്തരവാദിത്വം അവൻ നമ്മുടെ ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി പറയാൻ തയ്യാറാണോ? ഈ ദൈവം എനിക്ക് വേണ്ടി തുറന്നത് ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, ഞാൻ ആ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുക, സമയത്തിന് വരുത്തിയിരിക്കുകയാണല്ലോ. ഇന്ന് രാത്രി നമുക്ക് പറയാൻ കഴിയണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നമുക്ക് പറയാം, ശത്രു എവിടെല്ലാം അടച്ചു വെച്ചാലും എല്ലാ കണ്ണുകളും ഒരു മിനിറ്റ് അടയ്ക്കാമോ? എല്ലാ കണ്ണുകളും അടച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതല്, കരയുന്ന ദൈവത്തിന്റെ പൈതല്, അടഞ്ഞു പോയതിനെ നോക്കിക്കൊണ്ട് നിലവിളിക്കാനല്ല, ഇന്ന് രാത്രി വിളിച്ചു പറ, ഈ ദൈവം എന്നോട് കൂടെയുണ്ട്. എൻ്റെ ജീവന്റെ ആധാരം ദൈവത്തിന്റെ വചനമാ, എൻ്റെ ജീവന്റെ താക്കോൽ ദൈവത്തിന്റെ വചനമാ, എൻ്റെ കാലിന്റെ ദൈവം ദൈവത്തിന്റെ വചനമാ. ഈ വചനം എന്നോട് കൂടെ ഉള്ളിടത്തോളം ശത്രുവിന്റെ വാതിൽ അടയ്ക്കുകയില്ല. അന്യഭാഷ പ്രാപിച്ച ദൈവദിനം നിവർക്കാൻ ഒരു മിനിറ്റ് ആരാധിക്കാമോ? എല്ലാവരും ദൈവദിനം ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഇന്ന് രാത്രി ഇതിനകം ശബ്ദം ഉയരട്ടെ, ഇതിനകത്ത് ഒരു ആരാധന ഉയരട്ടെ, ഇതിനകം ചില കെട്ടുകൾ അഴിയട്ടെ, ചില ഭരവോന്യ പോരുകൾ അഴിയട്ടെ, അവ ചില ബന്ധനങ്ങൾ അഴിയട്ടെ, അവ ചില രോഗകെട്ടുകൾ അഴിയട്ടെ. ദൈവത്തിന് ഇങ്ങനെ പറയുന്നു, വചനം വായിച്ചവന് വിടുവിച്ചെങ്കിൽ ഇന്ന് രാത്രി പറ, ദൈവത്തിന്റെ വചനം എന്റെ ദുർഘടങ്ങളെ നിരപ്പാക്കുകയാ. ദൈവം പറയുന്നേ, ഞാൻ നിനക്കുമ്പോൾ ദൂതനെ അയക്കുകയാ. ആരാധിക്കുന്ന ദൈവത്തിന് ആത്മാവിനെ ആരാധിക്കും. അവൻ പറയുന്നു, ഞാൻ ചിലത് ചെയ്തെടുക്കുകയാ. അനന്തരം ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. നീ ഇതുവരെ കാണാത്ത ചിലതാ, ഇതുവരെ കാണാത്ത ചിലതാ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലതാ. ഇന്ന് രാത്രി സ്വർഗം തുറക്കുകയാ. ഇന്ന് രാത്രി പറയാമോ, മരണത്തിന്റെ പാതാള താക്കോൽ കൈവശമുള്ളവർ അവ ഇന്ന് രാത്രി പറയുന്നു, അവ ചിലത് തുറക്കുകയാ, അവ ചിലത് തുറക്കുകയാ, അവ ചില വഴി തുറക്കുകയോ, ചില വാതിൽ തുറക്കുകയോ. കണ്ണുകൾ ഒരു മിനിറ്റ് അടയ്ക്കുക, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പൈതലേ, ഒരു വാതിൽ വെക്കാൻ ലോകത്തിൽ നമുക്ക് ആശാരിമാര് വേണം, കൊല്ലന്മാര് വേണം, അതിന് പൂട്ടുവെക്കാൻ മനുഷ്യക്കരം വേണം, സാഹചര്യങ്ങൾ പലതും വേണം. പക്ഷേ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ചില വാതിലുകൾ ഇന്ന് രാത്രി സ്വർഗം ചിലർക്ക് വേണ്ടി ഒരുക്കി വെച്ചു എന്നുള്ള വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളൂർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സ്നേഹങ്ങൾ തലവണക്കുന്നു. തന്ന ശബ്ദത്തിനായി, ആരാധനയ്ക്കായി, വചന വെളിപ്പാടിനായി നന്ദി പറയുന്നു. ജനത്തോട് കർത്താവ് കരുണ കാണിക്കണം. ദൈവസഭയോട് മനസ്സറിയണം. കർത്താവ് പുതിയ ആത്മീയ ശിശുക്കൾ ജനിക്കപ്പെടട്ടെ. പുതിയ ആത്മീയ കർത്താവ് കുടുംബങ്ങൾ കർത്താവ് എഴുന്നേൽക്കട്ടെ. ഈ നാളുകളിൽ കർത്താവ് ചില വലിയ വാഗ്ദത്തങ്ങൾ വെളിപ്പെടട്ടെ. ദൈവസഭ കുടുംബങ്ങളിൽ ചില വാതിലുകൾ തുറക്കപ്പെടട്ടെ. അതിന് വിരോധമായി നിൽക്കുന്ന സകല ദുഷ്ടന്റെ പോരുകളെയും, ചില പാരമ്പര്യത്തിലെ കെട്ടുകളെയും, ചില പരപോന്യ നുഖങ്ങളെയും, ചില മിശ്രമ ശക്തികളെയും ഇത് രാത്രി സ്വർഗം അഴിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്ന മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.